ഈ ഒരു നന്മയുടെ പൊൻപുലരിയിൽ കണിയൊരുക്കിയും ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയും മലയാളി വിഷുവാഘോഷം കെങ്കേമമാക്കുകയാണ്. വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള കാഴ്ചകളുമായി നമ്മുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട്. ശബരിമലയിൽ നിന്ന് ഷിജോ കുര്യൻ, ഗുരുവായൂരിൽ നിന്ന് ശ്രീകുമാരൻ, ചിറ്റൂർ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ആൻമരിയ സണ്ണി, കോഴിക്കോട് തളി ക്ഷേത്രത്തിൽ നിന്ന് അനീഷ് ദേവസ്യ, ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രം ഡൽഹിയിൽ നിന്ന് അർജുൻ പീതാംബരൻ എന്നിവർ പ്രേക്ഷകർക്കൊപ്പം ചേരും. ആദ്യം നമ്മൾ പോകുന്നത് ശബരിമലയിലേക്കാണ്. അവിടെ ഷിജോ കുര്യനുണ്ട്. ഷിജോ, ഹാപ്പി വിഷു, വെരി ഗുഡ് മോർണിംഗ്. ശബരിമലയിലെ വിഷു ആഘോഷം ഭക്തരൊക്കെ എത്തി തുടങ്ങിയോ? ക്രിസ്റ്റീന, പ്രവിത, ഏറ്റവും ഹൃദയം നിറഞ്ഞ വിശ്വാസംസകൾ അങ്ങോട്ടും തിരികെ അറിയിക്കുകയാണ്. കാരണം ഓരോ വിഷുക്കാലവും പുതിയ പ്രതീക്ഷയോട് കൂടിയാണ് ഓരോ മലയാളികളും അതിലേക്ക് കൺ തുറക്കുന്നത്. കണിവളരി ഒരുക്കിയും കണി വെച്ചും ഒക്കെ രാവിലെ കൺ തുറന്ന് നിറഞ്ഞ ഒരു കണി കാണുന്നത് ഒരു മുമ്പോട്ടുള്ള അടുത്ത വിഷുക്കാലം വരെ ഏറ്റവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞ ഒരു സമ്പൽ സമൃദ്ധമായിട്ടുള്ള ഒരു ദിനം ഇനി അങ്ങോട്ടുണ്ടാകണമേ എന്നുള്ള ഒരു പ്രത്യാശയോട് കൂടിയാണ് ഓരോ മലയാളിയും വിഷു പുലരിയിലേക്ക് കൺ തുറക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇന്നിപ്പോൾ ഈ കണി കണ്ടുകൊണ്ടിരുന്ന എല്ലാ മലയാളികളും ഒരിക്കൽ കൂടി വിഷുവാശംസകൾ അറിയിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ശബരിമല സന്നിധാനത്താണ്. പ്രത്യേകിച്ച് വിഷു ആകുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും അയ്യപ്പ ദർശനം നടത്താനും ശബരിമലയിലെത്തി അവിടെ കണി കാണാനും ഒക്കെ ആയിട്ട് നിരവധി ഭക്തർ എത്താറുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പറയുന്ന ശ്രീകോവിലിനോട് സമീപത്ത് നിൽക്കുന്ന ഒരു സ്ഥലത്താണ്. അവിടെ ഏതാണ്ട് ആയിരക്കണക്കിന് ഭക്തർ ഇന്നലെ രാത്രി മുതൽ തന്നെ ഇവിടെ വന്ന് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഇവിടെ വന്ന് കണി കണ്ട് അയ്യപ്പൻ ദർശനം നടത്തി അതോടൊപ്പം തന്നെ അയ്യപ്പ വിഗ്രഹത്തോട് ചേർന്ന് തന്നെ അവിടെ ഒരുക്കിയിട്ടുള്ള കണി കണ്ടുകൊണ്ട് മനസ്സ് നിറഞ്ഞ് ഇവിടുന്ന് മടങ്ങിപ്പോകാൻ വേണ്ടിയിട്ടാണ് ഓരോ ഭക്തരും വിഷുക്കാലത്ത് അവരുടെ ആഗ്രഹങ്ങൾ അയ്യപ്പന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഇവിടുന്ന് സന്തോഷത്തോടെ മടങ്ങിപ്പോകാൻ വേണ്ടി ഭക്തരൊക്കെ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മേടമാസ പൂജകൾക്കും അതുപോലെ തന്നെ വിഷു ഉത്സവത്തിനുമൊക്കെ ആയിട്ട് ശബരിമല നട തുറന്നത്. ഇനിയിപ്പോൾ 18-ാം തീയതിയോടുകൂടി ആയിരിക്കും നട അടയ്ക്കുക. സഹസ്ര കലശാഭിഷേകത്തിന് ശേഷം 18-ാം തീയതിയോടുകൂടി നട അടയ്ക്കും. അങ്ങനെ ഈ പറയുന്ന വിഷുക്കാലം ശബരിമലയെ സംബന്ധിച്ചുകൊണ്ട് ഭക്തരെ സംബന്ധിച്ചുകൊണ്ട് ഏറ്റവും സവിശേഷമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ന് പുലർച്ചെ 4 മണിക്കാണ് ശബരിമല നടയിൽ ഈ പറയുന്ന പോലെ ഈ കണി കാണാൻ വേണ്ടിയുള്ള ക്രമീകരണം ഭക്തർക്കായിട്ട് ഒരുക്കിയത്. 4 മണിക്ക് നട തുറന്ന് അയ്യപ്പനെ കണി കാണിച്ചതിന് പിന്നാലെ തന്നെ 4:05 ഭക്തർക്ക് കണി കാണാൻ വേണ്ടിയുള്ള ക്രമീകരണം ഉണ്ടായിരുന്നു. അതിനുശേഷം 4 മണി മുതൽ 7 മണി 7:30 വരെയാണ് ഭക്തർക്ക് കണി കാണാനുള്ള ക്രമീകരണം ഒരുക്കിയിട്ടുള്ളത്. അങ്ങനെ ആ സമയത്ത് അയ്യപ്പനെ ദർശനം നടത്തി കണി കണ്ട് മേൽശാന്തിയിൽ നിന്നും തന്ത്രിയിൽ നിന്നും കൈനീട്ടുമൊക്കെ വാങ്ങി അവിടുത്തെ ഭക്തർ ഏറ്റവും സന്തോഷത്തോടും സമാധാനത്തോടു കൂടി ശബരിമലയിൽ നിന്ന് മലയിറങ്ങി തിരികെ വീട്ടിലേക്ക് പോകും. ഇനി അടുത്ത വർഷത്തേക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഒരു കൃഷിയുടെ ഉത്സവമാണ്. അതിനപ്പുറത്തേക്ക് ഏറ്റവും ആഗ്രഹ സബലീകരണം എന്ന് പറയുന്നത് നമുക്ക് ഏതൊക്കെ കാര്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഏതൊക്കെ ആഗ്രഹങ്ങൾ എത്രമാത്രം ഭഗവാന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണോ അങ്ങനെയൊക്കെ ആഗ്രഹിച്ചുകൊണ്ടാണ് ഓരോ ഭക്തരും കണി കണ്ട് ശബരിമല ദർശനം നടത്തി മടങ്ങുന്നത്. ഏതാണ്ട് വിർച്വൽ ക്യൂ വഴി മാത്രമാണ് ഭക്തർക്ക് വേണ്ടി ഈ ശബരിമലയിലേക്ക് ദർശനത്തിന് വേണ്ടിയുള്ള ക്രമീകരണം ഒരുക്കിയിട്ടുള്ളത്. വലിയ അതിഭീകരമായിട്ടുള്ള തിരക്ക് നമുക്ക് സന്നിധാനത്ത് വിഷുക്കാലത്ത് കാണാൻ കഴിയില്ല. എന്നാൽ പോലും ആയിരക്കണക്കിന് ഭക്തർ സന്നിധാനത്തേക്ക് വിഷുക്കണി കാണാനും അതുപോലെ തന്നെ അയ്യപ്പ ദർശനം നടത്താൻ വേണ്ടിയിട്ടും വരുന്നുണ്ട്. ക്രിസ്റ്റീന, പ്രവിത. ശരി, ഷിജു കുര്യനാണ് ശബരിമലയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. ഇനി ഗുരുവായൂരിലേക്ക് പോവുകയാണ്. അവിടുന്ന് ശ്രീകുമാരനാണ് ചേരുന്നത്. ശ്രീജിത്ത്, വിശ്വാസംസകൾ, ഒപ്പം തന്നെ നല്ലൊരു സുപ്രഭാതം നേരുകയാണ്. അപ്പോൾ ഈ വിഷു എന്ന് പറയുന്നത് സമ്പൽ സമൃദ്ധിയുടെ ഒരു ഉത്സവം കൂടിയാണ്. പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ നേരിൽ കണ്ട് ഗുരുവായൂരപ്പനെ തന്നെ കണി കണ്ട് ഈ വിഷു ആഘോഷിക്കാൻ എത്തുന്നവർ നിരവധി പേരാണ്. എത്രത്തോളം തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ? ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ പ്രവിത, ക്രിസ്റ്റീന. നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്ന മലയാളികൾക്ക് എല്ലാവർക്കും വിഷു ആശംസ നേരുകയാണ്. ഗുരുവായൂരിൽ നിന്നാണ്. അതാ കണ്ടില്ലേ, നല്ല തിരക്കാണ് ഗുരുവായൂർ അമ്പലത്തിൽ. രാവിലെ തന്നെ കണ്ണനെ കണ്ട് വിഷുക്കണി കണ്ട് തൊഴാൻ വേണ്ടിയുള്ള വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. എല്ലാവിധ സജ്ജീകരണങ്ങളും ദേവസ്വം ബോർഡ് ഒരുക്കി കഴിഞ്ഞു. എന്തായാലും വൻ തിരക്ക്, ഭക്തജന തിരക്ക് ഉള്ളപ്പോൾ തന്നെ അതിനുവേണ്ട നിയന്ത്രണങ്ങളും ഇവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ദേവസ്വം ഉദ്യോഗസ്ഥരും പോലീസും ഒക്കെ പല മേഖലകളിലും ഇപ്പോഴും ആളുകളെ നിയന്ത്രിച്ചുകൊണ്ട് ഇവിടെ തന്നെ ഉണ്ട്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അകത്തേക്ക് കയറാനുള്ള ക്യൂ മറ്റൊരു ഭാഗത്താണ്. സ്വാഭാവികമാണ്, ശബരിമല നട തുറന്നിരിക്കുകയാണ്. അയ്യപ്പ ഭക്തരടക്കം ഇവിടെ വന്ന്, ഇതര സംസ്ഥാനത്തെ അയ്യപ്പ ഭക്തരടക്കം ഇവിടെ വന്ന് കണ്ണനെ കണ്ട് തൊഴുത് മാത്രമേ മടങ്ങി പോവുകയുള്ളൂ. എന്തായാലും ഭക്തരുടെ ഒരു നീണ്ട നിര നമുക്ക് പുറത്തുനിന്ന് തൊഴാൻ പോലും അത്തരത്തിലൊരു നീണ്ട നിര നമുക്കിവിടുന്ന് ദൃശ്യമാണ്. എന്തായാലും വിവിധ നാടുകളിൽ നിന്ന്, അതായത് കേരളത്തിൻ്റെ അതുപോലെ തന്നെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വിവിധ നാടുകളിൽ നിന്നൊക്കെ എത്തിയ ഭക്തരാണ്. അവർ ഇന്ന് വിഷുവിന്
കൃഷ്ണനെ കണികണ്ട് കണ്ണനെ കണികണ്ട് പുതിയ ഒരു വർഷത്തിലേക്ക് മലയാളിയുടെ പുതുവർഷമാണല്ലോ, സ്വാഭാവികമായി ആ ഒരു പുതുവർഷത്തിലേക്ക് കടക്കാം എന്ന ഒരു പ്രതീക്ഷ ആണ് അവരെല്ലാവരും തന്നെ പങ്കുവയ്ക്കുന്നത്. എന്തായാലും ആത്മവിശ്വാസത്തോടെ അതിലധികം ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലാണ് ഗുരുവായൂർ ക്ഷേത്രവും പരിസരവും ഉള്ളത് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഇന്ന് വൈകുന്നേരം വരെയും അല്ലെങ്കിൽ രാത്രി വരെയും ഈ തിരക്ക് തുടരാൻ തന്നെയാണ് സാധ്യത. എന്തായാലും ഇന്ന് നിരവധി അയ്യപ്പ ഭക്തരടക്കം ഈ മേഖലയിലേക്ക് എത്തിച്ചേരുന്ന ഒരു കാഴ്ചയാണ് നമ്മളെല്ലാവരും തന്നെ കാണുന്നത്. എന്തായാലും കൈനീട്ടമൊക്കെ കണ്ണൻ്റെ തിരുനടയിൽ നിന്ന് വാങ്ങുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം, ഭക്തരെ സംബന്ധിച്ചിടത്തോളം അതൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. ദേവസ്വം ഉദ്യോഗസ്ഥരെല്ലാവരും തന്നെ അതിനുവേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കിക്കൊണ്ട് ഈ മേഖലയിൽ നിൽക്കുന്ന കാഴ്ചയാണ്. ഒരിക്കൽ കൂടി വിശ്വാസംസകൾ ഗുരുവായൂർ അമ്പലനടയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.